കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. സങ്കീർത്തനങ്ങളിൽ 127 അതിൻ്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 127 1-ാം വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കും. പ്രാർത്ഥന. വചനമായ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപം, പാതയ്ക്ക് പ്രകാശം. നിൻ്റെ വചനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളുടെ മനസ്സുകളെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കണം. ആ പ്രകാശത്താൽ ഈ അന്ധകാരമുള്ള ലോകത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കണം. ആ വചനത്തിൻ്റെ വിശുദ്ധിയാൽ ഞങ്ങളെ കൂടുതൽ ശുദ്ധിയുള്ളവരാക്കണം. നിൻ്റെ വചനത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ബോധത്തിൻ്റെ മണ്ഡലങ്ങളെ കൂടുതൽ വിശാലമാക്കണം. വചനം ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഉൾക്കരുത്ത് നൽകുകയും ചെയ്യണമേ. ബലഹീനനായടിൻ്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങയ്ക്ക് സ്വീകാര്യവും പ്രസാദകരവും ആയിരിക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഫീലിക്സിനോസ് തിരുമേനി, അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, മറ്റ് തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, സേവനിമാരെ, പ്രിയ ദൈവജനമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആമുഖമായിട്ട് അറിയിക്കുന്നു. നമ്മെ എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. 127-ാം മാരാമൺ കൺവെൻഷനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ആലോചനയാണ് 127-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിനോട് നമ്മളോട് ദൈവത്തിന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ട്. എല്ലാ വാക്യങ്ങളിലൂടെയും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. എങ്കിലും ഈ വാക്യം എടുത്തു എന്ന് മാത്രം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കും. വചനത്തിൽ വളരെ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വചനത്താൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വചനത്താൽ പലപ്പോഴും വളരെ ഡിസ്റ്റർബ്ഡായിട്ടുള്ള ഒരു ആളാണ്. അന്ന് പള്ളിയിൽ പ്രസംഗിച്ച് കേട്ടത് ധനവാനായ മനുഷ്യനെക്കുറിച്ചാണ്. യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു അവനോട് ഒടുവിൽ പറഞ്ഞു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക,
മനുഷ്യൻ്റെ ആത്യന്തികമായ ധനം ദൈവമാണ്, ബാക്കിയെല്ലാം അനുബന്ധ കാര്യമാണ് എന്നുള്ള മനസ്സിനെ വല്ലാതെ സഞ്ചലിപ്പിക്കുന്നതായ ആ പ്രസംഗം കേട്ടതിന് ശേഷം പ്രസംഗം കഴിഞ്ഞ് കുർബാന അനുഷ്ഠിച്ച വയോധികനായ അച്ഛൻ്റെ അടുത്ത് ഈ ചെറുപ്പക്കാരൻ ചെന്നു. അപ്പോൾ അച്ഛൻ കാപ്പയൊക്കെ തിരുവസ്ത്രമൊക്കെ മാറ്റി റെഡിയാക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അച്ഛനോട് ചോദിച്ചു, ഫാദറെ, ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ പ്രഘോഷിക്കുന്ന വചനങ്ങൾ, അല്ല വേദപുസ്തകം, തിരുവചനം, ഇങ്ങനെയും ജീവിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു പുസ്തകമാണോ, അതോ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ എന്നുള്ള പുസ്തകമാണ്? വൈദികനായ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ച് ആ വന്യ പുരോഹിതൻ പറഞ്ഞു, കുഞ്ഞെ, ഉത്തരത്തിന് സംശയം വേണ്ട, ഇതിങ്ങനെ ജീവിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് മാൻഡേറ്ററി, ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷണൽ. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല, ആ വന്യവൈദികനായ അച്ഛൻ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ഈ അച്ഛൻ്റെ കയ്യിൽ മുത്തം ചെയ്ത്, ഫാദറെ, ഈ തിരിച്ചറിവിന് നന്ദി എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. ആ മനുഷ്യനാണ് പിൽക്കാലത്ത് രണ്ടാം ക്രിസ്തു എന്ന് നമ്മൾ അറിയുന്ന വിശുദ്ധനായിട്ടുള്ള ഫ്രാൻസിസ് ഓഫ് അസീസി. മാരാമൺ കൺവെൻഷനിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, നമുക്ക് ഇന്ന് ഒരു ചെറിയ കാര്യം മനസ്സിൽ പതിപ്പിക്കാം. നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന തിരുവചനം കൊള്ളാം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്ന് നമ്മളോട് പറയുന്നതല്ല, ഇങ്ങനെ ജീവിച്ച് മതിയാകൂ എന്ന് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് വചനത്തെ നമുക്ക് കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ടതായിട്ടുണ്ട്. ടേക്ക് ബൈബിൾ വെരി വെരി സീരിയസ്ലി. അത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മാത്രം വായിക്കാവുന്ന, നമുക്ക് ഒരുപാട് മനസ്സിന് സമാധാനം തരുന്ന, ചിലപ്പോൾ സന്തോഷം തരുന്ന ചില എഴുത്തുകളുടെ സമാഹാരമല്ല ബൈബിൾ. ഒരു മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഓണേഴ്സ് മാനുവലാണ്. അത് തുറക്കുമ്പോഴെല്ലാം ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് ആ വചനത്തിലൂടെ നമുക്ക് കുറച്ചുകൂടി ദൈവികരാകാനായിട്ട് ഇടയായേ പറ്റൂ, അതിന് തർക്കമില്ല. നാം ജീവിക്കുന്ന ഈ കാലം അടുത്തു നിന്ന് നിരീക്ഷിച്ചാൽ ഏത് മനുഷ്യർക്കും മനസ്സിലാകും, ഇറ്റ് ഈസ് ഇൻക്രെഡിബിളി ബ്യൂട്ടിഫുൾ ഇൻ മെനി വേയ്സ്. But at the same time, it is terrifyingly tragic in many other ways as well. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരമകോടിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ യുഗത്തിലെത്തിക്കഴിഞ്ഞു. ഡെയർ ടു തിങ്ക്, ആലോചിക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മളെ ഇന്ന് അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അടിമത്വത്തിൻ്റെ നുഖങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിച്ച് നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പ്രബുദ്ധതയുടെ കാലത്ത് നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാം നേടി, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് ചിന്തിച്ച അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ ഒരു ചെറിയ അണു, വളരെ ശക്തമായ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാവുന്ന ഈ ഒരു പരമാണു നമ്മയെല്ലാം ഭയപ്പെടുത്തുന്നു. അത് മറ്റൊരു സൈഡ്. എങ്കിലും ശാസ്ത്രത്തിൻ്റെ, മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച കൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചു കെട്ടത്തക്കവണ്ണം അതിജീവനത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നേറുകയാണ്. അങ്ങനെ അതിജീവിക്കാനുള്ള പരിജ്ഞാനം നിത്യജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരായ നമുക്ക് നൽകി. അതിലൂടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ മറ്റൊരു സൈഡ്, രണ്ട് വാക്കുകൾ നമുക്ക് ഈ ആലോചനയ്ക്ക് സഹായകരമായി ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്,
നമ്മുടെ സഭയുടെ അംഗമായിരിക്കുന്ന സാഹിത്യകാരൻ പ്രൊഫസർ തോമസ് മാത്യു സാർ എഴുതിയ പുസ്തകത്തിൻ്റെ തലവാചകമാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആസക്തികളുടെ ഉത്സവകാലം. ആത്മീയതയുടെ ഉണർവുകാലം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. നീതിയുടെ പൂക്കാലം എന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ വിപ്ലവകാലവും എന്നുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുരിശ് പുഷ്പിക്കുന്ന കാലം എന്നും പറഞ്ഞിട്ടില്ല. എന്നാലോ അദ്ദേഹം നിരീക്ഷിക്കുന്നത് ആസക്തികളുടെ ഉത്സവകാലം, ഉടലിൻ്റെ ഭ്രമം നിലനിൽക്കുന്ന കാലം, ഇന്നിരിയ ലഹരിയുടെ കാലം, ജഡത്തിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ നിയന്ത്രണം ചോർന്നു പോകുന്ന ഒരു കാലം, ജഡമോഹവും കൺമോഹവും ജീവൻ്റെ പ്രതാപവും ശക്തിപ്പെടുന്ന ഒരു കാലം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കണമെന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലം. സോക്രട്ടീസിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരു പ്രമുഖനാണ് അരിസ്റ്റപ്പസ് എന്ന് പറയുന്ന ശിഷ്യൻ. അദ്ദേഹം ഒരു വർത്തമാനം ഇങ്ങനെ പറഞ്ഞു: നമുക്ക് അഭിലാഷമുണ്ടെങ്കിൽ അത് നിറവേറ്റുവാനുള്ള അവകാശവുമുണ്ട്. അത്യന്തം അപകടകരമായ ഒരു പ്രസ്താവനയാണിത്. നമുക്ക് അഭിലാഷമുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ നിറവേറ്റുവാനായിട്ടുള്ള അവകാശവും നമുക്കുണ്ട്. ഒരു നാളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ മുമ്പിൽ കണ്ണിൽ കാണുന്നതെല്ലാം നമുക്ക് ആസ്വാദ്യകരം എന്ന് തോന്നിയാലും അത് സ്വീകാര്യമായ അല്ല, തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന. ഇന്ന് പ്രത്യേകമായ തെരഞ്ഞെടുപ്പുകളൊന്നും ആവശ്യമില്ല. എല്ലാം നമുക്ക് ഭോഗിക്കുവാനുള്ള ഭോഗവസ്തുക്കളാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ തർക്കമില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് ചോർന്നു പോയാൽ പിന്നെ ഇത് തൃഷ്ണയുടെ ഒരു കൂട് മാത്രമാണ് നമ്മുടെ ഈ ശരീരം. ഇത് തൃഷ്ണയുടെ കൂടായി മാറുമ്പോൾ പിന്നെ എല്ലാത്തിനെയും എനിക്ക് ഉപയോഗിക്കാം, ആരെ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന് കണ്ട് എല്ലാത്തിനെയും വസ്തുവായി തരം താഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അവിടെ ഉണ്മയുടെ പൂത്തുലയിനേക്കാൾ ഉടലിൻ്റെ അഴിഞ്ഞാട്ടം നടക്കുന്നു. കേരളത്തിലെ പത്രങ്ങളിൽ സ്ഥിരമായി നമ്മൾ ഈ നാളുകളിൽ വായിക്കുന്നത് ലഹരിയുടെ അതിപ്രസരമാണ്. നിങ്ങൾ വായിച്ചില്ലേ, അടുത്ത ദിവസം ഒരമ്മയെ ലഹരിയുടെ ആസക്തിയിൽ ആ അമ്മയുടെ മകൻ ഇതുപോലെ ഒരു ചെടിച്ചട്ടി കൊണ്ട് ആ അമ്മയുടെ തലയിൽ അടിച്ചു കൊന്നു. ഉടലിൻ്റെ ഭ്രമമാണ്, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ സാധിക്കാനുള്ള ചിന്തയാണ്. എന്നിട്ട് ആ അമ്മ മരിച്ചുവോ എന്നറിയാൻ വേണ്ടി വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി. ഉടലിൻ്റെ ഭ്രമം ഉള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിശുദ്ധരാണ് എന്ന് നമുക്ക് തോന്നാവുന്ന ആളുകളാണെങ്കിലും നമ്മുടെ ഭ്രമങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആസക്തികൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് ആസക്തികളുടെ ഈ ഉത്സവകാലത്ത് ആത്മാവിൻ്റെ പൂത്തുലയിൽ സംഭവിക്കുവാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ പന്തലിൽ നിന്നും അല്ലെങ്കിൽ ഈ വചന ശുശ്രൂഷ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഈ ലഘുവായ പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, ജഡത്തിൻ്റെ ആസക്തികളിൽ നിന്ന് ആത്മാവിൻ്റെ പൂർണിമയിലേക്ക് എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആത്മീയതയുടെ യോഗിയാകേണ്ടുന്ന നമ്മൾ ഒരിക്കലും ഈ ലൗകികതയുടെ ഭോഗികളായി മാറുവാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് നിങ്ങളുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് പറയണം, ഈ ശരീരം ദൈവത്തിന് വസിക്കുന്ന മന്ദിരമാണ്. ഇത് നമുക്ക് വിശുദ്ധിയിൽ കാക്കണം. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ഇന്ന് നമ്മൾ ഏറ്റവും അധികം ലോകത്തിൽ കാണുന്നത്
ഈ ശരീരത്തിൻ്റെ ദുരുപയോഗങ്ങളാണ്. അത് ഏതെല്ലാം തലങ്ങളിൽ പരന്നു കിടക്കുന്നു എന്നുള്ളത് നമ്മൾ വിശദമായി ഇവിടെ സംസാരിക്കേണ്ടുന്ന കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ചിന്തയായതുകൊണ്ടാണ്. വി ഓൾ ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് കൈ ചൂണ്ടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ഈ ശരീരങ്ങൾ, എൻ്റെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശരീരമാണ്. പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും. ഈ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശരീരത്തെ ഉയർക്കത്തക്കവണ്ണമുള്ള ശരീരമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആത്മീയ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ച് നമ്മളെ പഠിപ്പിച്ച് കാണിച്ച ആളാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. എല്ലാ ശരീരവും ഉയർത്തെഴുന്നേൽക്കും നമ്മൾ ധരിക്കാൻ പോകണ്ട. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ പോലെയുള്ള ശരീരത്തിനാണ് ഉയർപ്പ് സാധ്യമാകുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ വിശുദ്ധ ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന, ഞാൻ മുമ്പിലിരിക്കുന്നവരെ കാണുന്നുള്ളല്ലോ, നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, കഴിഞ്ഞ 25, 30, 40, 50 കൊല്ലമായി നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ, ബലഹീനമായ ഈ ശരീരത്തെ, മുറിവുകളുള്ള ഈ ശരീരത്തെ, രോഗമുള്ള ഈ ശരീരത്തെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി വളർന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സാധിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, മറിച്ച് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ശരീരങ്ങൾ, അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അന്തസാര സത്ത എന്ന്, വി ആർ നോട്ട് ടീച്ചിങ് ദി സാൽവേഷൻ ഓഫ് ദ സോൾ, വി ആർ ബിലീവിങ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ശരീരത്തിൽ നമ്മുടെ കൈവച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പറയണം, ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ശരീരമായതുകൊണ്ട് ഈ ശരീരത്തെ വിശുദ്ധിയിൽ മാത്രമേ ഞാൻ സൂക്ഷിക്കുകയുള്ളൂ. ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് വരുന്ന വാക്കുകളും വിശുദ്ധമായിരിക്കണം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യാഗപീഠത്തിൽ നിന്ന് ഒരു കുടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് എൻ്റെ നാവിൽ സ്പർശിച്ചിരിക്കുന്നു, അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു. ഓരോ മാർത്തോമാക്കാരൻ്റെയും വായ അഗ്നിശുദ്ധി വരുത്തിയ വിശുദ്ധ ശരീരരക്തങ്ങളെ സ്വീകരിച്ച വായ ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിന് ഇഷ്ടമുള്ളതും മനുഷ്യന് നന്മ വരുന്നതും മറ്റുള്ളവനുമായിട്ടുള്ള ബന്ധം തകർക്കുന്നതല്ല, അത് വളർത്തുന്നതുമായ ശബ്ദവും സംസാരവും ആയിരിക്കണം. അതുകൊണ്ട് സംസാരത്തിൻ്റെ വിശുദ്ധിയാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടത്. അതെല്ലാം വിശദമായി സംസാരിക്കുന്നതിന് നമുക്ക് സാധിക്കത്തില്ല. രണ്ടാമത് ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് ഇത് സത്യാനന്തര കാലം എന്നുള്ളതാണ്. സത്യാനന്തര കാലം, പോസ്റ്റ് ട്രൂത്ത്. നമ്മൾ പെട്ടെന്ന് സത്യാനന്തരം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ബിരുദാനന്തരം എന്ന് നമ്മൾ പറയുമ്പോൾ, ഞാൻ MSc ഫിസിക്സിന് പഠിക്കുന്നു. അപ്പോൾ ഞാൻ BSc പഠിച്ചത് ഫിസിക്സാണ്, അത് ഗ്രാജുവേഷനായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നപ്പോൾ ഈ സത്യത്തെ അല്ലെങ്കിൽ ഈ അറിവിനെ കുറച്ചുകൂടി ആഴപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്നാൽ നമ്മളെ ഏറ്റവും അപകടപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഈ സത്യാനന്തരം. അത് സത്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അസത്യത്തെയും നുണയെയും സത്യത്തെ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് സത്യത്തിൻ്റെ വേഷമണിയിച്ച് അസത്യത്തെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ മുതൽ കാണാം. 3-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ പാമ്പ് വന്ന് ഈ ആദമിനെയും ഹവ്വായെയും, പ്രത്യേകിച്ച് ഹവ്വായെ കണ്ടിട്ട്, ദൈവം നിങ്ങളോട് സംസാരിച്ചത് എന്തൊക്കെയാണ്, അങ്ങനെ സംസാരിച്ചിട്ടുള്ളോ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്നത് ഇത് കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒടുവിൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവം കേന്ദ്രീകൃതമായി ജീവിച്ച ഈ മനുഷ്യർ അവരേറ്റവും അവർക്ക് അഭിലഷണീയമായി വന്നിരിക്കുന്നത് ഈ സാത്താൻ്റെ പ്രലോഭനങ്ങൾ സത്യമാണ് എന്ന് ധരിക്കും. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാൺമാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ രുചിയുള്ളതാണ്, അത് ജ്ഞാനം നമുക്ക് കാമ്യം നൽകുന്നതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വെറും ഭ്രമമല്ല, അത് സത്യമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. എന്താണ് ഈ സത്യാനന്തരം എന്ന് നമ്മൾ പറഞ്ഞാൽ എൻ്റെ അർത്ഥം? സത്യത്തെ മാറ്റി നിർത്തി നുണയെ വർദ്ധിപ്പിച്ച്
അത് പച്ച പരമാർത്ഥമാണ് എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളെ അതിൻ്റെ പാട്ടിലാക്കുന്ന ആളുകളാണ്. അപ്പോൾ സത്യത്തിന് വിരുദ്ധമായി അസത്യത്തെ സത്യമാക്കി അസത്യം സത്യമാണെന്ന് നമുക്കൊരിക്കലും സംശയമില്ലാതെ വണ്ണം നമ്മുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു നാളിൽ നമ്മൾ വിചാരിച്ചിരുന്നു, നമ്മളെ പഠിപ്പിച്ചിരുന്നു, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. ഇപ്പോൾ സത്യാനന്തരം നമ്മളോട് പറയുന്നു, മിന്നുന്നതെല്ലാം പൊന്നാണ്. പൊന്നല്ലെങ്കിൽ പൊന്നാക്കാം, പൊന്നാക്കുന്നതിനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. ഒരു നാളിൽ സത്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യാനന്തര ലോകം വന്നപ്പോൾ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഭാഗമായി അവർ പറയുന്നു, സത്യം എന്നുള്ളത് നിത്യമായ കാര്യമല്ല. ദർ ഈസ് നത്തിങ് ആസ് അൾട്ടിമേറ്റ്, ദർ ഈസ് നത്തിങ് ആസ് കോൺസ്റ്റൻറ്റ്, എവറിത്തിങ് ഈസ് റിലേറ്റീവ്. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നതും വളരെ റിലേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സ്ഥിതി. ഇത് ഞാൻ പറഞ്ഞത് ഈ സത്യാനന്തര ലോകത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമല്ല, അതിനുള്ള പരിജ്ഞാനം എനിക്കില്ല. എന്നാൽ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട്, വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ഈ സത്യാനന്തരം എന്ന് പറഞ്ഞാൽ അസത്യത്തെ സത്യമാക്കി അസത്യത്തിന് സത്യത്തിൻ്റെ പുതപ്പണിയിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്തിൽ വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? വേദപുസ്തകം ഇതിനാൽ നമ്മുടെ ആയുസ്സിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിശ്ചയമായും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിഴുങ്ങണമെന്നില്ല, ആലോചിക്കുക. എന്താണ് ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാനം? ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. വി ആർ കോൾഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സഫറിങ്സ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുക, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക. പൗലോസ് വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. സീക്ക് വാട്ട് ഈസ് എബവ്, ഭൂമിയിലുള്ളതല്ല, നോട്ട് ഫ്രം ബിലോ, ഈ മണ്ണിനോട് ബന്ധപ്പെട്ടതല്ല, ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ മോശ, എബ്രായ ലേഖനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. സത്യമായി നമ്മൾ നോക്കുക, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ? യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കെടുത്ത് എന്ത് കഷ്ടപ്പാടാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടായത്? യേശുക്രിസ്തുവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ കാണിച്ചത് തൻ്റെ മുറിപ്പാടുകളാണ്. സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലും എന്ത് മുറിപ്പാടാണുള്ളത്? നമ്മൾ ഉയരത്തിലുള്ളതാണോ അന്വേഷിക്കുന്നത്? ഉയരത്തേക്ക് ഉയരാനായിട്ട് ഈ ഭൂമിയിലോട്ട് കണ്ണു നട്ട് അതിനുവേണ്ടി ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുന്നവരാണോ? അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കും, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഇഷ്ടം അതേപടി നടക്കുന്ന ഒരിടമാണ് സ്വർഗം, ഈ ഭൂമിയെ ആ സ്വർഗമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ ആഴത്തിൽ നമ്മളോട് തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യത്തിൽ അതുകൊണ്ട് തർക്കം വേണ്ട. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ അവൻ്റെ ക്രൂശിൽ പങ്കെടുക്കാത്ത ആർക്കും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് സാധ്യമല്ല. ഒരു പ്രസംഗവും ഒരു സംസാരവും ക്രൂശിനെ ഒഴിവാക്കിയാണെങ്കിൽ, ഞാൻ മുമ്പേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറഞ്ഞു, ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒഴുകിപ്പോയാൽ പിന്നെ അത് തൃഷ്ണയുടെ കൂടാണെന്ന് പറഞ്ഞതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കുരിശ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഒഴിവാക്കിയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല, രക്ഷപ്പെടാൻ തത്രപ്പെടുന്ന വെറും കാപട്യത്തിൻ്റെ ആളുകളായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, വേർ ഈസ് ക്രോസ് ഇൻ യുവർ ലൈഫ്? എവിടെയാണ് കുരിശ് നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ കുരിശ് സ്ഥാപിക്കാത്തിടത്തോളം കാലം സത്യാനന്തര ലോകത്തിൻ്റെ അസത്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി
ഈ ലോകത്തിൽ മായാപ്രപഞ്ചം സൃഷ്ടിച്ച് ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാം എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ദൈവ നിഷേധമാണ്, ദൈവം സ്വീകരിക്കുന്ന കാര്യമല്ല. നമുക്ക് ഇതിൽ നിന്നാണ് ഏറ്റവും വലിയ വിമോചനം ഉണ്ടാകേണ്ടത്. സത്യാനന്തരം എന്നുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിലും മറ്റ് ലോക സാമൂഹ്യ ക്രമങ്ങളിലും പറയുന്ന വാക്കാണെങ്കിൽ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ യാഥാർത്ഥ്യമാണ്. കുരിശിനെ ഒഴിവാക്കിയുള്ള വേദനകളെയും കഷ്ടപ്പാടുകളെയും ഏറ്റെടുക്കാനുള്ള വിമുഖതയോടുകൂടി നമ്മൾക്ക് ഉയരാനുള്ള മാർഗമായി യേശുവിനെയും സുവിശേഷത്തെയും കാണാനുള്ള പരിശ്രമം അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് ഈ 127 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യത്തെ നോക്കുന്നത്. ഒരു പുതിയ കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യാനല്ല, സത്യസന്ധമായി നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നതിനാണ്.